നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരു രീതിയിൽ ഇച്ചും പേയുമാണ് സോഷ്യൽ മീഡിയയിൽ എഴുതിക്കൂട്ടുന്നത്. തന്നെ ഭയന്നാണ് ഇറാൻ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളോട് മാപ്പിരന്നിരിക്കുന്നതെന്നും ഇറാൻ 1000 വർഷങ്ങൾക്ക് ഇടയിൽ ചരിത്രത്തിൽ ഇതാദ്യമായി മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ ലൂസറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, അതായത് പരാജിതനായി മാറിക്കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഇറാൻ ഭരണാധികാരിയായിട്ടുള്ള ആയത്തുള്ള അലി ഖമനേയുടെ മകന് ഉണ്ടായിരിക്കുന്നത്. ഇനി ഒരിക്കലും തങ്ങളെ ആക്രമിക്കില്ല എന്ന് ഇറാൻ ഉറപ്പ് കൊടുത്തത് അമേരിക്കയുടെ ശക്തമായ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണെന്നും അമേരിക്കയ്ക്ക് അതിന് അവർ നന്ദി പറഞ്ഞപ്പോൾ യു ആർ വെൽക്കം എന്ന് പറഞ്ഞു എന്നൊക്കെ അവകാശവാദവും പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നത്. എവിടെയും അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ മിടുക്കനാണ് ഡൊണാൾഡ് ട്രംപ്. ഇല്ലാത്ത കാര്യങ്ങൾ ഊതി വീർപ്പിച്ച് സംഭവബഹുലമാണ് തനിക്ക് നോബൽ സമ്മാനത്തിന് അർഹനാണ് എന്ന് ഓരോ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇറാൻ ശക്തമായ പ്രതിരോധമാണ് അമേരിക്കയുടെ നീക്കങ്ങൾക്ക് എതിരെ തീർത്തിരിക്കുന്നത്. ഒരു മര്യാദയുമില്ലാതെ ഇറാനിയൻ കപ്പൽ അത് കൃത്യമായും ആക്രമിച്ച് അതിലെ നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കിയതിന് ഇൻ്റർനാഷണൽ ലോ പ്രകാരം അമേരിക്കയ്ക്ക് ശക്തമായ നടപടി നേരിടേണ്ടി വരും. കാരണം ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യയിലേക്ക് നാവികാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇറാൻ സഹകരണം എന്നു മുതലേ തുടങ്ങിയ കാര്യമാണ്. ഇറാനിയൻ കപ്പൽ വലിയ രീതിയിൽ സുരക്ഷിതമാക്കുന്ന രീതിയിൽ ശ്രീലങ്ക ഇടപെട്ടു. വിസി നായകെ എല്ലാ രീതിയിലും ഇറാനിന് വേണ്ടി വാദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ഒരുമിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചത് ഇറാൻ അവർക്കെതിരെ ശത്രുത പ്രഖ്യാപിച്ചുകൊണ്ടല്ല, മറിച്ച് പല രാജ്യങ്ങളിലുമുള്ള അമേരിക്കയുടെ എയർബേസുകൾ തകർക്കാനാണ് ഇറാൻ കൃത്യമായി ശ്രമിച്ചത്. അത് അമേരിക്കയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. കാരണം അമേരിക്കയുടെ ആഗ്രഹമെന്ന് വെച്ചാൽ ഇറാൻ കീഴടങ്ങണം, ഇറാൻ അവരുമായി ഒരു ഡീലിലേക്ക് എത്തണം. ഇറാൻ കഴിഞ്ഞ കുറേ നാളുകളായി ന്യൂക്ലിയർ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അറ്റോമിക് എനർജിയുമായിട്ട് ഒരു രീതിയിലും കൂടിയാലോചനകളില്ലാതെ അവരുടെ നിയമങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് നീങ്ങുകയാണ് എന്ന് മനസ്സിലാക്കി അമേരിക്ക ഒരു കടന്ന കൈ പ്രയോഗം നടത്താൻ അതുവഴി ഇറാൻ സാഷ്ടാംഗം നമിക്കും. ആയത്തുള്ള അലി ഖമനേയെ വീഴ്ത്തിയാൽ, തല പോയാൽ പിന്നെ വാലാടില്ല എന്ന സിദ്ധാന്തം ഉപയോഗിച്ച് ഡൊണാൾഡ് ട്രംപ് ആക്രമണം അങ്ങോട്ട് തുടങ്ങി. പക്ഷേ ഇറാൻ്റെ ചെറുത്തുനിൽപ്പും ഇറാൻ്റെ ഓരോ ദിവസവും നീണ്ടു നിൽക്കുന്ന ശക്തമായ തിരിച്ചടിയും ഇതിനോടകം തന്നെ അമേരിക്കയുടെ ഉറ്റ ചങ്ങാതി എന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്രയേലിലെ നഗരങ്ങൾ പലതും ചുട്ട് ചാമ്പലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ പോലും നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. അവർക്ക് പ്രതിദിനം യുദ്ധത്തിന് ആവശ്യമേറിയ ചിലവ് 7000 കോടിയാണെങ്കിൽ ഇപ്പോൾ അത് വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഇറാനിൽ കാഷ്വാലിറ്റി കൂടുമ്പോഴും അമേരിക്കയ്ക്ക് ചങ്കിടിപ്പ് വലിയ തോതിലാണ്. കാരണം ഈ യുദ്ധം അനന്തമായി നീണ്ടുപോയാൽ, ഇറാൻ അതിന് മുതിർന്നാൽ അമേരിക്കയ്ക്ക് പിടിച്ചാൽ കിട്ടില്ല. റെജീം ചേഞ്ച് എന്ന് പറയുന്നത് ഇറാനിലല്ല, മറിച്ച് അമേരിക്കയിലായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഈ അവകാശവാദങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇറാൻ ഭയന്നു, ഇറാൻ ഞങ്ങളെ ഓർത്ത് വിറങ്ങലിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കൈയടിക്കാൻ ഇന്ത്യയിൽ കുറേ വർഗീയ വിഷം മാത്രം തുപ്പുന്ന കുറേ സംഘപരിവാർ ആളുകൾ കൂടി ഉണ്ട്. അവർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അങ്ങ് എല്ലാ തരത്തിലും ഇറാൻ തകർന്നടിഞ്ഞു, ഇറാൻ മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ കേണപേക്ഷിക്കുന്നു, ഞങ്ങളെ ആക്രമിക്കല്ലേ എന്നൊക്കെ പറയുന്നു, തള്ളിമറിക്കുകയാണ്.